തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കം. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരി അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. പതിനാറ് ദിവസം നീളുന്ന റാലിക്കാണ് ബീഹാറിലെ സസാറാമിൽ ഇന്ത്യ സഖ്യം തുടക്കം കുറിച്ചത്. RSSും BJPയും ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് നടക്കുന്നതെന്നും റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് വോട്ട് വെട്ടിയവർ നാളെ റേഷൻ വെട്ടും. ജനരോഷം മോദിക്ക് താങ്ങാനാകില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर वोटरों को काटकर ये बिहार का चुनाव चोरी करें. भाइयों और बहनों, नरेंद्र मोदी जी और NDA अरबपतियों के साथ सरकार चलाती है. आप वोट डालते हो, आपका वोट चोरी किया जाता है और फिर आपका पूरा का पूरा धन 5-6 अरबपतियों को दिया जाता है. വോട്ട് മോഷണ ആരോപണം രാഹുൽ ആവർത്തിച്ചു. 1 കോടി പുതിയ വോട്ടർമാരെ മഹാരാഷ്ട്രയിൽ പുതിയതായി ചേർത്തു. കള്ളവോട്ട് പരിശോധിക്കാനായി CCTV ദൃശ്യങ്ങളോ മറ്റ് ഡിജിറ്റൽ തെളിവുകളോ കമ്മീഷൻ നൽകുന്നില്ല. രേഖകൾ പരിശോധിച്ചതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 ലക്ഷം കള്ളവോട്ട് നടന്നെന്ന് കണ്ടെത്തി. ബീഹാറിലും അതിനാണ് BJP ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടത്താൻ BJPയെ അനുവദിക്കില്ല. കള്ളവോട്ട് എവിടെയെല്ലാം നടക്കുന്നുവോ അതെല്ലാം തുറന്നുകാട്ടും. पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर वोटरों को काटकर ये बिहार का चुनाव चोरी करें. और मैं और हम सब स्टेट से आपको कहने आए हैं कि हम इन्हें ये चुनाव चोरी नहीं करने देंगे. പക്ഷപാതപരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. താൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സത്യവാങ്മൂലം ചോദിച്ചു. BJPയോട് കമ്മീഷന് മൃദു സമീപനമാണ്. ഇത് ഇരട്ടത്താപ്പാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ്, KC വേണുഗോപാൽ അടക്കം നിരവധി നേതാക്കൾ വോട്ടർ അധികാർ റാലിയിൽ പങ്കെടുത്തു. 24 ജില്ലകളും 60 നിയമസഭാ മണ്ഡലങ്ങളും പിന്നിടുന്ന യാത്ര സെപ്റ്റംബർ 1 പട്നയിൽ സമാപിക്കും. യാത്രയിലുടനീളം കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂടുതൽ തുറന്നുകാട്ടാനാണ് ശ്രമം. രാഹുലിനൊപ്പം റാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കളും അണിചേരും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.